മലയാള സിനിമയിൽ എന്നും വ്യത്യസ്തമായ കഥാപാത്രങ്ങളും തന്റെ അഭിനയ മികവ് കൊണ്ട് മലയാളികളെ ഞെട്ടിപ്പിച്ച ഒരു താരമാണ് നടൻ സിദ്ദിഖ്. എന്നാൽ ഈ അടുത്തിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിദ്ദിഖിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നടി രംഗത്തെത്തിയത്. നടി പറഞ്ഞ പല കാര്യങ്ങളും സത്യമാണെന്ന് അന്വേഷണത്തിൽ തെളിയുകയും ചെയ്തു. ഹോട്ടൽ മുറികൾ റൂമെടുത്തതും ബാക്കി കാര്യങ്ങളും നടി പറഞ്ഞത് സത്യമായി തീർന്നിരിക്കുകയായിരുന്നു. തന്റെ ജാമ്യത്തിനു വേണ്ടി കോടികളാണ് സിദ്ദിഖ് ചെലവാക്കിയത്. സുപ്രീം കോടതിയിൽ വാദിക്കാൻ വേണ്ടി മണിക്കൂറിൽ കോടികൾ ചെലവാക്കുന്ന വക്കീലിനെയാണ് ഏർപ്പാടാക്കിയത്. അതിന്റെ ഫലം തീർച്ചയായും ഇപ്പോൾ കണ്ടിരിക്കുന്നു. പീഡന കേസിൽ നടൻ സിദ്ദിഖിന് സുപ്രീം കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. പ്രതിയുടെ ലൈംഗിക ശേഷി പരിശോധിക്കണമെന്നത് മുൻകൂർ ജാമ്യം നൽകാതിരിക്കാൻ കാരണമാക്കാമോ എന്നതുൾപ്പെടെ വിവിധ നിയമപ്രശ്നങ്ങൾ ഉന്നയിച്ചുള്ള നടൻ സിദ്ദിഖിന്റെ ഹർജിയാണ് സുപ്രീം കോടതി പരിഗണിച്ചത്. ലൈംഗിക പീഡന പരാതിയിൽ തന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതിക്ക് പൂർണ്ണമായും തെറ്റുപറ്റിയെന്നാണ് സിദ്ദിഖ് ഉന്നയിച്ചത്. മലയാള സിനിമാ സംഘടനകളായ അമ്മയും WCCയും തമ്മിൽ നടക്കുന്ന തർക്കത്തിന്റെ ഇരയാണ് താനെന്നും സിദ്ദിഖ് സുപ്രീം കോടതിയിൽ ഹർജിയിൽ പറഞ്ഞിരുന്നു. ശരിയായ അന്വേഷണം നടത്താതെയാണ് ബലാത്സംഗ കേസിൽ പ്രതിയാക്കിയതെന്നും കഴിഞ്ഞ 5 വർഷത്തിനിടെ പരസ്പര വിരുദ്ധമായ ആരോപണങ്ങളാണ് പരാതിക്കാരി ഉന്നയിച്ചതെന്നും സിദ്ദിഖ് പറഞ്ഞു. 2016 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. സിനിമയുടെ പ്രിവ്യൂ ഷോയുമായി ബന്ധപ്പെട്ട് യുവനടിയെ തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിലെ മുറിയിൽ വിളിച്ചു വരുത്തി പൂട്ടിയിട്ട് ബലാത്സംഗം ചെയ്തു എന്നാണ് സിദ്ദിഖിനെതിരെയുള്ള കേസ്. എന്തായാലും ഈ ഒരു ജാമ്യം സിദ്ദിഖിന് ആശ്വാസം തന്നെ നൽകും.